ഹലോ ഗൈസ്, ഞങ്ങൾ വീണ്ടും തോട്ടിലോട്ട് മീൻ പിടിക്കാൻ നമ്മുടെ സ്റ്റാർ രാജു എല്ലാം വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. ഇത് ബാലേട്ടൻ, പുതിയ ആള്. അതിന് കുറച്ച് ദിവസങ്ങളായിട്ട് കാസർഗോഡ് ജില്ലയിൽ നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. ഇതൊക്കെ ഇതാണ് നമ്മളൊക്കെ പോകുന്ന വഴികൾ. എന്താണ് മേഫ്ലവർ ചെറുത് വലുതാവുന്നേ ഉള്ളൂ കേട്ടോ. അത് നമ്മുടെ കുഞ്ഞു തോട് കൊല്ലിന്ന് പറയുമ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. കാരണം നല്ല മഴയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. മഴ അലമ്പുണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുളത്തിലെ വെള്ളമൊക്കെ ഉണ്ടോ? കാണിച്ചേരേ. അല്ലേ, നല്ല ആഴമുണ്ട് കേട്ടോ ഈ വെള്ളം, കുളം. ഇത് ആ വീട്ടുകാരുണ്ടല്ലോ, ആ വീട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളമാണ്, കിണർ, കുടിവെള്ളം. ഇപ്പോൾ അതുകൊണ്ടോ ഏകദേശം നമ്മുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി വെള്ളം. നല്ല ഉണ്ട്, ഏകദേശം ഒരു 2 ആൾ പൊക്കത്തിൽ ആഴമുണ്ട്. 2 ആൾ പൊക്കത്തില്ല, അതിൽ കൂടുതൽ കാണും. ഒരു 3 ആൾ പൊക്കമെങ്കിലും കാണും താഴ്ച. കമുകിൻ തോട്ടങ്ങൾ നമ്മുടേതല്ല, മറ്റാരുടേതൊക്കെയാണ്. തോട്ടത്തിലൊക്കെ നല്ല കാട് വളർന്നിരിക്കുക. കാരണം മഴയല്ലേ, കാട് വെട്ടിയിട്ടും കാര്യമില്ല. ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതൊരു ചത്ത ഞണ്ട് ഒഴുകി പോകുന്നു. എന്തോ കാരണവശാൽ ചത്ത് പോയി. ഈ വെള്ളം ഇങ്ങനെ വരുന്നതുകൊണ്ട് ചെറിയ വെള്ളച്ചാട്ടം ഫോം ചെയ്തിട്ടുണ്ട്. ഇത് പണ്ടുണ്ടായില്ല കേട്ടോ, ഇപ്പോഴാണ് ഇതായത്. ആ മേലെ നിന്നുള്ള വെള്ളം തിരിച്ചു വിട്ടിരിക്കുകയായിരുന്നു. വളരെ ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. കുളിക്കാനൊന്നും പറ്റില്ല നമുക്ക്. അത് മഴവെള്ളം വഴി തിരിച്ചു വിട്ടതാണ്, അങ്ങനെ ഫോം ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ തൊഴിലുറപ്പ് ജോലിയുടെ ഭാഗമാണ്. കമുകിന് കുഴിയെടുത്തിരിക്കുക, കമുക് വയ്ക്കാനായിട്ട്. നേരത്തെ ഇവിടെ റബ്ബറൊക്കെ ആയിരുന്നു, റബ്ബറൊക്കെ മാറ്റി വെട്ടി മാറ്റി ഇപ്പം കമുക് വയ്ക്കുന്നു. മറ്റാരുടേതൊക്കെയാണ് പറമ്പ്. ജോലികളൊക്കെ നടക്കുന്നുണ്ട് തൊഴിലുറപ്പിൻ്റെ കേട്ടോ. എല്ലാ നാട്ടിലും ഉണ്ട്, പറഞ്ഞൊന്നും ഉള്ളൂ. മഴ തോർന്നിട്ടില്ല. നമ്മൾ എല്ലാ തവണയും പോകുന്ന ആ സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇവിടെ കുട പാസ് ചെയ്യൂലേ, പാസ് ചെയ്യും. നാരായണത്തെ കുട മടക്കിയിട്ടുണ്ട്, പാസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മീൻ പിടുത്തം തന്നെയാണ്. കാരണം കഴിഞ്ഞ 1-2 ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി. കുറച്ച് കലക്ക വെള്ളം കാണുന്നുണ്ട്. പക്ഷെ രാവിലെ കുറച്ച് മഴ മാറി നിന്നുകൊണ്ട് ആ കലക്ക വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ മീൻ പിടുത്തം തന്നെയാണ്. അറിഞ്ഞൂടെ, ഇന്നലെ രാത്രി നമ്മൾ മീൻ പിടിക്കാൻ വന്നതാണ് കേട്ടോ. പക്ഷേ ഇന്നലെ രാത്രി പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ഇന്ന് പകൽ വരും കേട്ടോ. നാരായണ മുള കൊത്തുന്നുണ്ട്, മീൻ പിടിക്കാൻ വേണ്ട സാധനങ്ങൾ. മുള മീൻ പിടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് നിൽക്കുക, കുറച്ച് മുന്തിരി കൂടെ അതന്നെ, കാട്ടു മുന്തിരി അങ്ങനെ. വള്ളിമാങ്ങ കണ്ടില്ലല്ലോ. ആ കഴിഞ്ഞ വീഡിയോയിൽ ചന്ദ്രേട്ടൻ പറഞ്ഞൊരു വള്ളിമാങ്ങ ഉണ്ടെന്ന്, പക്ഷെ നമ്മളത് കണ്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇതേ ഇവിടെ കണ്ടോ വള്ളിമാങ്ങ, ഇതാണ് വള്ളിമാങ്ങ കേട്ടോ. വള്ളിമാങ്ങ അല്ലെങ്കിൽ കാട്ടുമുന്തിരി ഒരുപാടുണ്ട്. ആ പോകുന്ന സമയത്ത് നമുക്ക് പറിക്കണം.
ഇത് അച്ചാറൊക്കെ ഇടും കേട്ടോ, വള്ളിമുന്തിരി അച്ചാറൊക്കെ ഇടും. അപ്പം നമ്മുടെ ടീമിൽ ഇന്ന് പുതിയതായി ഒരാൾ ചേരുന്നുണ്ട്, ബാലൻ. പറയൂ, നമ്മുടെ ചാനലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യമായിട്ടാണ് മീൻ പിടിക്കാൻ വരുന്നത്. അപ്പോൾ നോക്കട്ടെ, ജയപുരം എന്ന സ്ഥലത്താണ്. ജയപുരം എൻ്റെ നാട് തന്നെയാണ്. അപ്പോൾ മേലോട്ട് ഒഴുകി വരുന്ന ഈ വെള്ളത്തിൻ്റെ അടിയിൽ ആണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. അതിൻ്റെ മീൻ പിടുത്തമൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ വശങ്ങളെല്ലാം നോക്കിയിട്ട് പിടിച്ച് കഴിഞ്ഞതിന് കാണിച്ചതിന് ശേഷം നിങ്ങളോട് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും. ഓക്കെ. അതെ, കോഴി വേസ്റ്റ് എങ്ങനെയാണ് ചൂണ്ടയിൽ കോർക്കുക എന്ന് നാരായണത്തെ കാണിച്ചു തരും കേട്ടോ. മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കോഴിയുടെ വേസ്റ്റ് താളത്തിൽ കണിക്കുന്നുണ്ട് നാരായണൻ ജയപുരം. ഇതിൻ്റെ മണം കൊണ്ട് പെട്ടെന്ന് മീൻ കല്ലിൻ്റെ ഇടയ്ക്ക് ഉള്ള മീന് പെട്ടെന്ന് പുറത്തേക്ക് തിന്നാൻ വരും. അപ്പോഴാണ് കാളയിൽ കണിയുന്നത്. ഇതാണ് ഗൈസ് വള്ളിമാങ്ങ അല്ലെങ്കിൽ കാട്ടുമുന്തിരി കേട്ടോ. ഇത് നമ്മൾ അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കും. അടിപൊളി അച്ചാറിടും കേട്ടോ. ഇത് ഇതൊക്കെ നിരന്ന് നിന്ന് മീൻ പിടിക്കുകയാണ് കേട്ടോ. ഒരാളിവിടെ ഉണ്ട്, ബാക്കി 3 പേര് ഇതവിടെ. നമ്മൾ ലൊക്കേഷൻ മാറ്റുകയാണ് ഗൈസ്. അവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, ഓടാ പ്രശ്നമാണ്. മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ. പശുക്കളൊക്കെ ഉള്ളവർക്ക് നല്ല പുല്ലുണ്ട്, പക്ഷേ ആരും വരൂല ഈ ഭാഗത്തേക്കൊന്നും, മൊത്തം കാടാണ്. ഏത് വൈച്ചത്തും പുളി വെച്ചത്തും പുളി എന്ത് കാരപ്പൂ എന്ന് പറയും നമ്മുടെ ഭാഷയിട്ട് കൊണ്ടല്ലോ. കാരപ്പൂ തൊളൂല് കാരപ്പൂ ശാസ്ത്രീയ നാമം അച്ചാണ്ട് അത് ശരിയാണ്. ഇല്ല, സയൻറ്റിഫിക് നെയിമൊന്നും അറിയില്ല കേട്ടോ. ഇത് നമുക്ക് ചമ്മന്തിയാക്കാം വൈച്ചത്തും പുളി. സുനിയേട്ടൻ ഒന്ന് ഔഷധ സസ്യം. ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു കേട്ടോ, 6-6:15 ചെറിയൊരു അണക്കെട്ട്. അപ്പോൾ അവർ 3 പേരും കൂടി ചൂണ്ടയിടുന്നുണ്ട്, സുനിയേട്ടനും രാജുവേട്ടനും ബാലേട്ടനും. വിചാരിച്ച പോലെ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ളൊരു മീനൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, നമ്മൾ നിരാശപ്പെടേണ്ടി വരും. നമ്മുടെ നാരായണേട്ടൻ ഒരു കുളിയൊക്കെ പാസ്സാക്കി, മറ്റാരും കുളിച്ചിട്ടില്ല. കാരണം വെള്ളം കലങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കലക്ക വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് മറ്റാരും കുളിച്ചിട്ടില്ല.
തോട്ടാ വള്ളിമാങ്ങ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ട്രെക്കിങ്ങിന് പോകുമ്പോൾ പോലും ഞാൻ ഇതുപോലൊരെണ്ണം എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. നമ്മൾ ചന്ദ്രേട്ടനാണ് ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് തന്നത്. വള്ളിമാങ്ങ അല്ലെങ്കിൽ കാട്ടുമുന്തിരി പൊതുവെ നമ്മൾ അച്ചാറിടാൻ ആണ് ഉപയോഗിക്കുക. ഇത് ഒരുപാട് പഴുത്തുപോയി. ശരിക്കും ഇത് പച്ചയായിരിക്കുമ്പോഴാണ് നമ്മൾ അച്ചാറിടുക. നമ്മൾ സുനിയേട്ടൻ ഓരോന്ന് തിരഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ട് പോകുന്നുണ്ട്. ഇന്നലെ നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ട് ഒരല്പം നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രതീക്ഷകൾ നമ്മൾ കൈവിടുന്നില്ല കേട്ടോ. കാരണം അങ്ങനെയാണ് മീൻപിടുത്തമൊക്കെ, അങ്ങനെയാണ് പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും. എല്ലാ സമയത്തും ഓരോപോലെ സംഭവിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. ഇന്നലെ ബാലേട്ടനുണ്ടായിരുന്നു കൂടെ. ഇന്ന് ബാലേട്ടനില്ല, പകരം ചന്ദ്രേട്ടൻ വന്നിട്ടുണ്ട്. അവർ കുറേ കൂടി നേരത്തെ വന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് വൈകി. ഞാനും നാരായണനും കുറച്ച് വൈകിട്ടാണ് വന്നത്. മറ്റെന്താണ് പറയേണ്ടത്, നമ്മൾ തുടങ്ങി. ഇന്ന് കുറച്ച് കൂടി നേരത്തെ വന്നു കേട്ടോ. കാരണം ഇന്ന് മഴയൊക്കെ മാറി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഇന്ന് രാവിലെ തൊട്ട് അങ്ങനെ മഴ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കൂടി നേരത്തെ വന്നു. അവർ 12 മണിക്ക് 1 മണിക്ക് എങ്ങാണ്ട് അവർ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 2 മണിയാകുമ്പോഴത്തേനും ഞങ്ങളെത്തി. ഓക്കെ, ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഈ തോട്ടിൽ തന്നെ ആയിരിക്കും. അവരൊക്കെ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോഴും കരമ തന്നെയാണ്. വെള്ളം ക്ലിയറാണ് കേട്ടോ. കാരണം മഴയില്ലല്ലോ. മഴ ഇന്ന് രാവിലെ മുതൽ മഴയില്ല. ഇന്നലെ രാത്രി പെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് വെള്ളം ക്ലിയറാണ്. നമുക്ക് കടക്കാൻ പറ്റും കേട്ടോ വെള്ളത്തിൽ. അങ്ങനെ ഭയങ്കര കുത്തൊഴുക്കില്ല, മഴയില്ലാത്തതുകൊണ്ടേ കുത്തൊഴുക്ക് കുറവുണ്ട്. നമുക്ക് കടക്കാൻ പറ്റും. ചാനൽ നല്ല സൂപ്പറാണ്, അടിപൊളി. പറയാം കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചാനലിൽ? നമ്മളെ കുറേ ആൾക്കാർ കാണാൻ തുടങ്ങി. അതുകൊണ്ട് കുറേ ആൾക്കാർ ഫോണിലെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷം. നമ്മളെ ചാനലൊക്കെ ഫേമസ് ആവുന്നുണ്ട്, പോപ്പുലറൈസ് ആവുന്നുണ്ട് എന്നറിഞ്ഞൊരു സന്തോഷം. कर ले ഇതാണ് കേട്ടോ നമ്മുടെ കൃഷ്ണകിരീടം എന്നറിയപ്പെടുന്ന സസ്യം. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താ പറയുക, ക്ലീറോഡെൻഡ്രം പാനിക്കുലേറ്റം. ചന്ദ്രട്ടൻ കുറേ സമയം അവിടെ തോക്കലിട്ടിരിക്കുന്നു. എന്തൊക്കെയോ നോക്കുന്നുണ്ട് കേട്ടോ, കണ്ടും തോന്നുന്നുണ്ടോ. നമ്മുടെ ചാനലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയും. ഇന്ന് വിചാരിച്ചും പോലെ ഒന്നും നടന്നില്ല, മഴയില്ല അന്ന്. ബാക്കിയല്ലേ
ഇന്ന് വിചാരിച്ചതുപോലെ കാര്യം നടന്നില്ല. എനിക്ക് മീനെ കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ മതിയാക്കി കേട്ടോ. കാരണം ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല. ഏകദേശം 3 മണി ആയതേ ഉള്ളൂ. 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ടായിരുന്നു ഹോട്ടൽ. കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അത്രയും മതിയാ. കറി വെക്കുന്നത് ചുട്ടുന്നുണ്ടോ? അമ്മനെ കൊണ്ടുകൊടുക്കട്ടെ.